ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് മുന്നോട്ട് കൂടുതൽ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് പോകുന്ന അവസരത്തിൽ നമ്മൾക്ക് ഗവൺമെൻറ് പ്രൊജക്റ്റുകളെ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടുന്ന സർട്ടിഫിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ശുചിത്വ മിഷൻ്റെ അപ്രൂവ്ഡ് എൻജിനീയറിംഗ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന അപ്രൂവൽ എടുത്താൽ മാത്രമാണ് നമ്മൾക്ക് ഗവൺമെൻറ് പ്രൊജക്റ്റുകളിൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ വർക്കുകൾ ഏറ്റെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2017 കാലഘട്ടത്തിൽ അതിനുള്ളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോഴാണ് നമ്മളുടെ ഇൻഹൗസ് ടീമിൽ എല്ലാ രൂപത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ആദ്യം ആ വരുന്ന എൻക്വയറിയുടെ ട്രീറ്റ് ചെയ്യേണ്ട എഫ്ലുവൻറ്റിൻ്റെ അതല്ലെങ്കിൽ ആ വേസ്റ്റ് വാട്ടറിൻ്റെ നേച്ചർ എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ആ നേച്ചർ മനസ്സിലാക്കണമെങ്കിൽ നമുക്കതൊരു ലാബിൽ കൊടുത്ത് അനാലിസിസ് നടത്തി അതിൻ്റെ BOD, COD, pH, TDS, ഓയിൽ ആൻഡ് ഗ്രീസ് അങ്ങനെ 5 പാരാമീറ്റേഴ്സ് ബേസിക്കായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് വെള്ളത്തെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ ടീമിൽ ഒരു ഡിസൈൻ എഞ്ചിനീയർ വേണം. ഡിസൈൻ എഞ്ചിനീയർ സ്വാഭാവികമായിട്ടും ഒരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ ഉള്ള ആളായിരിക്കണം. അങ്ങനെ ആ ഒരു ഡിസൈൻ എഞ്ചിനീയറുടെ ആവശ്യകത വന്നു. ദെൻ അതിനുശേഷം ആ ഡിസൈനിൻ്റെ ബേസിസിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ്, അതിനകത്ത് സിവിൽ പാർട്ട് ഉണ്ടാകും. അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ പണിയുന്ന സിവിൽ ടാങ്കുകളുടെ ഡീറ്റെയിൽഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ടീമിലൊരു സിവിൽ എഞ്ചിനീയറുടെ ആവശ്യം. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ് ചൂസ് ചെയ്യണമെങ്കിൽ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു എഞ്ചിനീയർ നമ്മളുടെ ടീമിൽ വേണം. പിന്നീട് വരുന്ന ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്ക്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ടീമിലൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണം. ദെൻ പ്ലംബിങ്ങിൻ്റെ ബേസിക് ഒരു ഡിപ്ലോമ ഓർ ITI ഹോൾഡർ വേണം. ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കമ്പോണൻസിനും പറ്റിയ ആളുകളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സ്വീവേജ് അല്ലെങ്കിൽ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ പ്രൊജക്ട്സ് വലിയ സ്കെയിലിൽ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. പിന്നീട് നമ്മൾക്ക് ഇത്തരം ആളുകളെ നമ്മളുടെ ടീമിലേക്ക് ഫുൾ ടൈം ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മുന്നിലുള്ള ടാസ്ക്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശുചിത്വ മിഷന് ഈ എൻജിനീയറിംഗ് കൺസൾട്ടൻസിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലിന് അപ്ലൈ ചെയ്യുകയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഒരു ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂവിനും പ്രസൻറ്റേഷനും വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ മുന്നിൽ നമ്മളുടെ ടീമിൻ്റെ സ്ട്രെങ്ത്തും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസും ആ പ്രൊജക്റ്റുകൾ സക്സസ്ഫുള്ളായിട്ടാണോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസ് ചെക്കും ഇത്തരം എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്യാൻ എക്വിപ്ഡ് ആണ് അതല്ലെങ്കിൽ അതിന് നമ്മൾ എഫിഷ്യൻസി ഉള്ള ഒരു ഏജൻസി ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ശുചിത്വ മിഷൻ അതിൻ്റെ എൻജിനീയറിംഗ് കൺസൾട്ടൻസി ഏജൻസി ആയിട്ട് നമ്മൾ എൻലിസ്റ്റ് ചെയ്യുകയുള്ളൂ. 2017 നമ്മൾ അതിന് ശ്രമിക്കുകയും ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമുക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം അച്ചീവ് ചെയ്യുകയും നമ്മുടെ ക്ലയൻസിൻ്റെ റെഫറൻസും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ട് 2017-18 കാലഘട്ടത്തിൽ എംപാനൽഡ് എൻജിനീയറിംഗ് കൺസൾട്ടൻ്റ് എന്നുള്ള ഒരു അപ്രൂവൽ കൂടെ നമുക്ക് ലഭിക്കുകയും അങ്ങനെ 2015 നമ്മൾ ആരംഭിച്ചു. 16-17 കാലഘട്ടത്തിൽ നമുക്ക് ശുചിത്വ മിഷൻ്റെ സോളിഡ് വേസ്റ്റിൻ്റെ അപ്രൂവ്ഡ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന അംഗീകാരവും 17-18 കാലഘട്ടത്തിൽ അപ്രൂവ്ഡ് എൻജിനീയറിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന അംഗീകാരം ലഭിക്കുകയും അങ്ങനെ 2 ഗവൺമെൻറ് അപ്രൂവൽ കൂടെ നമുക്ക് മാലിന്യ സംസ്കരണ മേഖലയിൽ കരസ്ഥമാക്കുന്നതിന് ആദ്യത്തെ 2 വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷത്തെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. അങ്ങനെ ആ ഒരു അപ്രൂവൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരുടെ മാർക്കറ്റിനകത്തോ ആശുപത്രിക്കകത്തോ അതല്ലെങ്കിൽ കംഫർട്ട് സ്റ്റേഷൻ, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന വർക്കുകൾ കൂടെ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങൾ ആരംഭിച്ചു. ഏകദേശം 6-7 പ്രൊജക്റ്റുകൾ നമ്മൾ ഇത്രയും നാളുകൾ കൊണ്ട് DPR പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റെടുക്കുകയും അതിൽ പല പ്രൊജക്റ്റുകളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലും പല പ്രൊജക്റ്റുകൾ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ
സാങ്ഷൻ സ്റ്റേജിലും. കാരണം DPR പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം ആദ്യം വരുന്ന അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മളൊരു സൈറ്റ് നമ്മളുടെ എഫ്ലുവൻറ്റ് ക്വാളിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അനാലിസിസ് നടത്തണം. ദെൻ സൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം. അതിൻ്റെ ബേസിസിൽ വേണം ഡിസൈൻ ഫൈനലൈസ് ചെയ്യാൻ. അതിൻ്റെ ബേസിസിൽ വേണം നമുക്ക് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സും മെഷീനറീസ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് എല്ലാം ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സിനെ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റേറ്റ് ലെവലിൽ പോയി അവിടെ നിന്നൊരു ടെക്നിക്കൽ കമ്മിറ്റിയുടെ മുന്നിൽ നമ്മളിത് പ്രസൻറ്റ് ചെയ്യുകയും ടെക്നിക്കൽ കമ്മിറ്റിക്ക് എല്ലാ മേഖലയിലും ഇതിനെ സംബന്ധിച്ച് ടെക്നിക്കൽ കമ്മിറ്റി ചോദിക്കുന്ന ക്ലാരിഫിക്കേഷൻസും അതിന് ജസ്റ്റിഫിക്കേഷൻസും നമ്മൾ കൊടുത്താൽ മാത്രമാണ് ആ ഒരു പ്രൊജക്റ്റിന് ടെക്നിക്കൽ സാങ്ഷൻ ലഭിക്കുകയുള്ളൂ. സാങ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ടെൻഡറിങ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ടെൻഡറിങ് പ്രോസസ്സിലും DPR പ്രിപ്പയർ ചെയ്ത ഏജൻസിക്ക് ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ആ ടെൻഡർ ഏറ്റെടുക്കുന്ന കോൺട്രാക്ടർക്ക് വേണ്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ട്സും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കമ്മീഷനിങ് വരെയുള്ള ഉത്തരവാദിത്തമാണ് DPR പ്രിപ്പയർ ചെയ്യുന്ന ഏജൻസി എന്നുള്ള രൂപത്തിൽ നമ്മളുടെ ഉത്തരവാദിത്തം. അത്രയും വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല കൂടെയാണ് ശുചിത്വ മിഷൻ നോർത്ത്ഹാംപ്ടനെ 17-18 കാലഘട്ടത്തിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മൾക്ക് ആദ്യത്തെ നാളുകളിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിനെ കൃത്യമായിട്ട് നമ്മൾ അതിൽ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുകയും അതിൽ നിന്നൊരു എഫക്റ്റീവ് റിസൾട്ട് കൊണ്ടുവരാനും അതുവഴി നമ്മളെ വർക്ക് ഏൽപ്പിച്ചവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനൊക്കെ തന്നതിൻ്റെ ബേസിസിലാണ് ശുചിത്വ മിഷന് നമ്മൾക്ക് ഇങ്ങനെ ഒരു അപ്രൂവൽ തന്നത്. അപ്പോൾ 17-18 മുതൽ ഇന്നും ആ ഒരു അപ്രൂവ്ഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്ന് പറയുന്ന അപ്രൂവൽസ് തുടർന്ന് പോവുകയാണ്. അപ്പോൾ 2 വർഷത്തെ നമ്മളുടെ സ്റ്റോറി എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വളരെ മുൻകൂട്ടി പഠനം നടത്തി അതിൽ ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതല്ലെങ്കിൽ ആ മേഖലയിൽ ആണ് ഇനി സാധ്യതകൾ കൂടുതൽ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മളുടെ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഡിമാൻഡിനനുസരിച്ച് എന്താണോ ആ സമയത്ത് നമ്മളുടെ സൊസൈറ്റി ആവശ്യപ്പെടുന്ന സേവനം അത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പോഷറിൻ്റെ ബേസിസിലാണ് പിന്നീട് നമ്മൾ അതിൻ്റെ അപ്രൂവൽസും ഫർദർ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യ നാളുകളിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തി അതിനെയെല്ലാം മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ടും വളരെ സിൻസിയറായിട്ടും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ നാളുകളിൽ തന്നെ നമുക്ക് ഈ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും അപ്രൂവൽസ് ലഭിക്കുന്നതിനും ആ അപ്രൂവൽസ് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളെയെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക, ഇതിൻ്റെ ഇടയിൽ വരുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം അവസരങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾക്ക് നിരവധി സാധ്യത സംരംഭക മേഖലയിൽ തുറന്നു കിട്ടുന്നതാണ്. Northam's leading to zero waste.